ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, നമ്മൾ മറ്റൊരു ദുഃഖാന തിരുനാളിൽ കൂടി എത്തിയിരിക്കുകയാണ്. എല്ലാവർക്കും സന്തോഷപൂർവ്വം വിശുദ്ധ തോമാസ് ശ്ലീഹായുടെ ദുഃഖാന തിരുനാളിൻ്റെ മംഗളങ്ങൾ നേരുന്നു. ദുഃഖാന എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ ഓർമ്മയെന്നാണ്. വിശുദ്ധ തോമാസ് ശ്ലീഹായുടെ ഓർമ്മ നമ്മൾ ജീവിക്കുകയാണല്ലോ ദുഃഖാന തിരുനാളിൽ. തോമാസ് ശ്ലീഹ നമുക്ക് നമ്മുടെ ഈ ഭാരത മണ്ണിൽ ഏറ്റവും പ്രിയപ്പെട്ടവനാകുന്നത് ഭാരതത്തിൻ്റെ ആദ്യ അപ്പസ്തോലനായതുകൊണ്ടാണ്. 12 പേരിൽ ഒരുവൻ തന്നെ ഈ ഭാരതത്തെ സുവിശേഷവൽക്കരിക്കാൻ വന്നു എന്നുള്ളത് അഭിമാനകരമായ ഒരു ഓർമ്മയാണ് നമുക്ക്. നമ്മൾ വിദേശീയരാണെന്നും നമ്മൾ പുറത്തുനിന്ന് വന്നവരാണെന്നും ഒക്കെ പറഞ്ഞ് നമ്മളെ ഒറ്റപ്പെടുത്താനുള്ള പരിശ്രമങ്ങൾ ഈ സമൂഹത്തിലുണ്ടാകുമ്പോൾ തോമാസ് ശ്ലീഹായുടെ അപ്പസ്തോലിക ഭാരതപ്രവേശം അത് നമുക്ക് അഭിമാനകരമായൊരു ഓർമ്മയാണ്, ഒരു ചരിത്രമാണ്. തോമാസ് ശ്ലീഹ അദ്ദേഹത്തിൻ്റെ വിശ്വാസ പ്രഖ്യാപനം, എൻ്റെ കർത്താവേ എൻ്റെ ദൈവമേ, നമ്മളെല്ലാവരെയും ഏറെ ധ്യാനിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്യുന്ന ഒന്നാണ്. അവൻ്റെ തിരുവിലാവിൽ എൻ്റെ കരങ്ങൾ സ്പർശിച്ചല്ലാതെ ഞാൻ വിശ്വസിക്കില്ല എന്ന് ശാഠ്യം പിടിച്ച തോമാസ് ശ്ലീഹ, അദ്ദേഹത്തിൻ്റെ ശാഠ്യത്തിൻ്റെ മുമ്പിൽ ഈശോ വഴങ്ങി. ഈശോ തോമായെ കാണാനായിട്ട് വന്നു. പിന്നെ അദ്ദേഹം വിരലിട്ടതായിട്ടൊന്നും പറയുന്നില്ല, പെട്ടെന്ന് പറയുന്ന ഒരു വലിയ സന്തോഷത്തിൻ്റെ വലിയ ആവേശത്തോടെയുള്ള ഒരു വിശ്വാസ പ്രഘോഷണം, എൻ്റെ കർത്താവേ എൻ്റെ ദൈവമേ. നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ കർത്താവും ദൈവവുമായി നമ്മുടെ ഈശോ മിശിഹ വാഴുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ഇന്ന് ലോകം ഒത്തിരി മാറുകയാണ്. നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ തന്നെ വ്യത്യാസങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെയും യുക്തിയുടെ അപ്രമാദിത്വത്തിൻ്റെയും ഒക്കെ ഒരു കാലഘട്ടത്തിലൂടെ നമ്മൾ കടന്നു പോവുകയാണ്. അപ്പോഴും നമ്മുടെ ജീവിതത്തിന് അർത്ഥം നൽകുന്നതും നമ്മുടെ ജീവിതത്തിനൊരു ലക്ഷ്യം നൽകുന്നതും ഈശോ മിശിഹായിലുള്ള വലിയ വിശ്വാസമാണ്. ഒരു ചെറുപ്പക്കാരൻ എന്നോട് ചോദിക്കുകയുണ്ടായി, ഈശോയിൽ വിശ്വസിച്ചാൽ എന്ത് കിട്ടുമെന്ന്. ഞാൻ അവനോട് പറഞ്ഞു, ഈശോയിൽ വിശ്വസിച്ചാൽ നിനക്ക് കിട്ടുന്നത് ജീവിതത്തിനുള്ള ഒരു ഊർജം നിനക്ക് കിട്ടും, ജീവിക്കാനുള്ള ഒരു കാരണം നിനക്ക് കിട്ടും, നിൻ്റെ ജീവിതത്തിന് ശരിയായ ഒരു ലക്ഷ്യം കിട്ടും. അതുമാത്രമേ ഉള്ളൂ. നമുക്ക് നമ്മുടെ കർത്താവിൻ്റെ ഈ പ്രിയ ശിഷ്യനെ ഓർക്കുമ്പോൾ വിശ്വാസം നമ്മുടെ ജീവിതത്തിൽ വലിയ ശക്തിയാക്കി മാറ്റാനുള്ള ഒരു തീരുമാനം നമുക്കെടുക്കാം. ആ വിശ്വാസത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ആഴത്തിലാണല്ലോ തോമാസ് ശ്ലീഹ ഏറ്റവും കൂടുതൽ ദൂരം യാത്ര ചെയ്ത് ഈ ഭാരത മണ്ണിലെത്തി നമ്മളെയെല്ലാം സുവിശേഷവൽക്കരിച്ചത്. നമുക്കതിനുള്ള ഒരു കൃപയ്ക്കായിട്ട് നമുക്കും പ്രാർത്ഥിക്കാം. ശക്തിയോടെ സുവിശേഷം നൽകാൻ, സുവിശേഷം ജീവിക്കാൻ, ജീവിതം തന്നെ സുവിശേഷമാക്കാൻ കൃപയ്ക്കായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ദുഃഖാന തിരുനാൾ നമുക്ക് ആചരിക്കാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി, പ്രത്യേകിച്ച് ഷാലോമിൻ്റെ എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി ഈ ദുഃഖാനയുടെ മംഗളങ്ങൾ നേരുന്നു.